ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു വെണ്ടയ്ക്ക രസം ഉണ്ടാക്കിയാൽ അതിന് വേണ്ടുന്ന ചേരുവകൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 വെണ്ടയ്ക്ക, 2 തണ്ട് കരിയാപ്പില, 1 സവാള, 2 ഇഞ്ച് നീളത്തിലുള്ള 2 ഇഞ്ച് കഷ്ണങ്ങൾ, ചെറുനാരങ്ങയുടെ വലിപ്പമുള്ള പിഴുപുളി, 4 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, അരക്കപ്പ് മല്ലിയില അരിഞ്ഞെടുത്തത്, ചെറുതായി അരിഞ്ഞെടുത്തത്, പിന്നെ എടുത്തിരിക്കുന്ന മസാലകൾ 1/2 ടീസ്പൂൺ വീതം ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, 1 ടീസ്പൂൺ വീതം കായപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, 2 ടീസ്പൂൺ വീതം രസപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഒന്ന് ചതച്ചെടുക്കുകയും ചോപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാവുന്നതാണ്. നല്ലപോലെ ചതച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാളയും വെണ്ടയ്ക്കയും പച്ചമുളകും എല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പച്ചമുളക് ഞാൻ 2ആയിട്ട് കീറിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. പാത്രം ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമുക്ക് വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. അതൊന്ന് വാടി അതിൻ്റെ കൊഴുപ്പെല്ലാം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെണ്ടയ്ക്ക ആദ്യമേ നമ്മൾ വഴറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൊഴുപ്പെല്ലാം മാറി കിട്ടാനാണ്. അതിൻ്റെ കൊഴുപ്പ് മാറി വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉള്ളിയും കരിയാപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളിയും കരിയാപ്പിലയും എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ അത് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് വേണ്ടി വരുമ്പോൾ നമുക്ക് അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ആ സെയിം ചട്ടി തന്നെ അല്ലെങ്കിൽ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ചേർത്ത് അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ അത് നമുക്ക് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളെപ്പോഴും ഈ മസാലകൾ ചേർക്കുമ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ തീ ഓഫാക്കണം, അല്ലെങ്കിൽ ഇത് നല്ലപോലെ കരിഞ്ഞു പോകും. പ്രത്യേകിച്ച് ചട്ടിയൊക്കെ എപ്പോഴും നല്ല ചൂടായിരിക്കുന്നതാണ്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പിഴുപുളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിഴുപുളി കുറേശ്ശെ ചേർത്ത് കൊടുത്ത് അതൊന്ന് മസാലയായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കുറേശ്ശെ പിഴുപുളി അതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതൊന്ന് മുക്കാൽ തിളയായി വരുമ്പോൾ നമുക്ക് ഈ വഴട്ട് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും ഉള്ളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് നല്ല തിള വരുമ്പോൾ, ഒരു മുക്കാൽ തിള വരുമ്പോൾ അത് ഇളക്കി കൊടുക്കുക. പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്ത് നമുക്ക് തീ ഓഫാക്കാവുന്നതാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു കറിയാണ്. ഇതിന് കൊഴുപ്പൊന്നും വെണ്ടയ്ക്കാന്ന് വിചാരിച്ച് ഇത് കൊഴുപ്പൊന്നുമില്ല. അത് ഒന്നേലൊന്നേ തൊടാതെ തന്നെ കിടന്നോളൂ. ഇന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. Thank you for watching.